ജിംനേഷ്യത്തിന്റെ മറവിൽ MDMA കച്ചവടം നടത്തിയ കേസിൽ 2 പേർ കൂടി പിടിയിൽ. ബംഗളൂരിൽ താമസിച്ച് കേരളത്തിലേക്ക് സിന്തറ്റിക് ലഹരികൾ കടത്തുന്ന 2 പേരാണ് പിടിയിലായത്. നൂർനാട് പോലീസ് ബംഗളൂരിലെത്തിയാണ് ഇവരെ പിടികൂടി. നൂർനാട് പടനിലത്തെ പവർ ഹൗസ് എന്ന ജിംനേഷ്യത്തിൽ നിന്ന് ഹൈപ്പവർ ലഹരിയാണ് പോലീസ് പിടികൂടിയത്. 47 ഗ്രാം MDMAയുമായി പിടിയിലായത് ജിംനേഷ്യം ഉടമ അഖിൽനാഥും സഹായി വിൻരാജും. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ലഹരിയുടെ ഉറവിടം കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നാണ് ജിംനേഷ്യത്തിലേക്ക് സിന്തറ്റിക് ലഹരികൾ എത്തുന്നതെന്ന് അഖിൽ വ്യക്തമാക്കി. ആരാണ് എത്തിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞില്ലെങ്കിലും പിന്നീട് വെളിപ്പെടുത്തി. ഇരുവരും ബംഗളൂരുവിലെത്തിയും ലഹരി വാങ്ങി നൂർനാട് എത്തിച്ചിട്ടുണ്ട്. വർഷങ്ങളായി സിന്തറ്റിക് ലഹരിക്ക് അടിമകളായ ബോഡി ബിൽഡേഴ്സ് ജിംനേഷ്യത്തിലെത്തുന്നവർക്കും MDMA വിൽപ്പന നടത്തിയിരുന്നു. നൂർനാട് SHO ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിലെത്തിയാണ് പ്രധാനികളെ പിടികൂടിയത്. കാസർഗോഡ് നെല്ലിക്കുന്ന് സ്വദേശി മുഹമ്മദ് ജാബിദ്, മുഹമ്മദ് സഹൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ബംഗളൂരുവിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിന് സമീപം തുണിക്കട നടത്തുന്ന മുഹമ്മദ് ജാബിദ് വർഷങ്ങളായി നിരോധിത ലഹരി വസ്തുക്കളുടെ ഡീലറാണ്. ആഫ്രിക്കൻ പൗരന്മാരിൽ നിന്നാണ് സിന്തറ്റിക് ലഹരികൾ വാങ്ങുന്നത് എന്നാണ് പ്രതികളുടെ മൊഴി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.